സുഹൃത്തുക്കളെ പുതിയ സ്വിഫ്റ്റ് ഡിസയർ ആട്ടത് നല്ല വണ്ടിയാട്ടോ, അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും അതേപോലെ തന്നെ ബാക്ക് ആണെങ്കിലും ഒക്കെ കാണാൻ നല്ല ലുക്കാണ്. പിന്നെ ഉള്ളിൽ നല്ല സ്പേസാണ്, കണ്ടോ, ബാക്കൊക്കെ നല്ല സ്പേസാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. എല്ലാവിധ സംവിധാനങ്ങളും ഇതിലുണ്ട്. പഴയ ഡീസലിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം കേട്ടോ. കണ്ടോ, ഡീസൽ ടാങ്ക്, അതേമാതിരി ഡിക്കൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണൊക്കെ ഡാഷുമേലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ് പൊക്കും ചെയ്യുക താഴ്ത്തും ചെയ്യുക, അതിനുള്ള സംവിധാനം ഈ മേലുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സംവിധാനം, ഹെഡ് റെസ്റ്റ്, ഫ്രണ്ടിൽ ഹെഡ് റെസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്, പെട്രോളാണ്. പിന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് വർക്കിങ്ങിലാണോ അല്ലേ എന്നുള്ളത് അറിയില്ല, അത്രയ്ക്ക് സ്മൂത്താട്ടോ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ, പവർ വിൻഡോ കാര്യങ്ങൾ ഇതൊക്കെ കമ്പനി വരുമ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നിറങ്ങിയ വണ്ടികൾക്കൊന്നും ഇത്ര സ്പേസ് ഇല്ല, ബാക്കിലൊന്നും ഇത്ര സ്പേസ് ഇല്ല, നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഡിക്ക് നല്ല സൗകര്യം കേട്ടോ. പഴയ ഡിസയറിനൊക്കെ ഈ കാല്, അതായത് ഈ സംഗതി കുറച്ച് സെൻറ്ററിൽ വന്നിരുന്നത്, അത് കാരണം ഈ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതതില്ല. പിന്നെ ഇതിനൊരു ബട്ടൺ ഉണ്ട്, ഡിക്ക് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ലുക്കുള്ള വണ്ടിയാണ്, പെട്രോളാണ്, അങ്ങനെയൊക്കെയാണ് സംഭവം. ഇതിൽ വേറെ സംഗതിയില്ല, എന്താ വെച്ചിട്ടാണെങ്കിൽ ഹെയർ ബാഗ് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. ബാക്കിൽ മുന്നിലും ഹെയർ ബാഗ് ഉണ്ട് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കണ്ടോ. സാധാ വണ്ടിക്ക്, സാധാ പഴയ ഡിസൈറിനൊന്നും ഇതില്ല. അതേപോലെ തന്നെ ഡോർ പാഡിൻ്റെ ഉള്ളിൽ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്, അത് ഫ്രണ്ടിലുണ്ട് കേട്ടോ. പഴയ വണ്ടികൾക്കൊന്നും അതില്ല കണ്ടോ, ഫ്രണ്ടിലുണ്ട് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം. പിന്നെ ഡാഷ്ബോർഡ് അതൊരു ഒന്നൊന്നര സംഭവമാണ്, എന്തായാലും ഉഷാറ്. ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ കയറിയിട്ടേ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ യാത്ര ചെയ്ത് നോക്കണം, അപ്പോൾ ഇതിൻ്റെ സുഖം കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ടോപ്പൊക്കെ കണ്ടോ, എന്താ ഇതിൻ്റെയൊക്കെ ഗ്ലേസിങ് അടിപൊളിയാണ്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര സംഗതി മനസ്സിലാവില്ല, ഇതൊന്ന് കണ്ടു നോക്കണം. ഇതിന് വളരെ വിലയും കുറവാണ്. ഏകദേശം പിന്നെ ഓൺ ദ റോഡ് വണ്ടി ഇറക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 7.25 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വരും, അത്രേ വരുള്ളൂ. സാധാരണക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ കമ്പനി പറഞ്ഞ 24.7 ആണ് പെട്രോള്. 1250 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മൈലേജ് ഏതാണ്ട് ഒരു 16.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ആവറേജ് മൈലേജ് വരികയാണെങ്കിൽ ഒരു 15.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു 5000 കിലോമീറ്റർ ഓടുമ്പോഴത്തേന്, അതായത് ഫസ്റ്റും സെക്കൻഡും സർവീസ് കഴിയുമ്പോഴേക്കും ഇവർ പറയുന്ന മൈലേജ് കിട്ടും. അതായത് 1-2 സർവീസ് കഴിയുമ്പോഴേ ഇവർ പറഞ്ഞ മൈലേജ് നമുക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി ഒരു 1200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ഒരു 15.5-16 കിലോമീറ്റർ മൈലേജ് ആയിട്ടുണ്ട്. ഇനി ഒരു 5000 അതല്ലെങ്കിൽ ഒരു 6000-7000 കിലോമീറ്റർ കൂടി 1-2 സർവീസ് കഴിയുമ്പോഴേക്കും ഏകദേശം കമ്പനി പറഞ്ഞ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ.